കഴിഞ്ഞ സൺഡേ വേദപാഠമൊക്കെ കഴിഞ്ഞ കാരണം ചിപ്പീനെയും കൊണ്ട് അതിരാവിലെ തന്നെ ഞങ്ങൾ മലയാറ്റൂർ വരെ ഒന്ന് കറങ്ങിയിട്ട് പോന്നു. സെൻറ് തോമസ് പള്ളിയിൽ ചെന്ന് നല്ലൊരു കുർബാനയൊക്കെ കണ്ട് മലയാറ്റൂരിലെ കാടും ചിറയും പൂക്കളും എല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ പോയത്. പോകും വഴി ഒട്ടനവധി കാഴ്ചകളും എല്ലാം ഞങ്ങൾ കണ്ടു. അങ്ങനെ ചിറ കൂടി കറങ്ങി ഞങ്ങൾ സെൻറ് തോമസ് പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ചെന്നപ്പോൾ കുർബാന ഏതാണ്ട് പകുതി. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ചരിത്രം ഉറങ്ങുന്ന തൊട്ടപ്പുറത്തെ പള്ളിയിലും ചെന്നു. അവിടെ ചെന്ന് പഴയ നേർച്ച കുറ്റിയൊക്കെ ചിപ്പിക്ക് കാണിച്ചു കൊടുത്തു. തോമസ് ലീഹ നേർച്ചിട്ടുകൊണ്ടിരുന്ന പഴയ നേർച്ച കുറ്റിയാണെന്ന് പറഞ്ഞു ചിപ്പിയോട്. അതിനു മുന്നേ പോകുമ്പോഴേ ഞങ്ങൾ ചിറയിൽ നീർക്കാക്കയും കൊക്കും കൂടി രാവിലെ തന്നെ ചായക്കടയിലിരുന്ന് ചായ കുടിച്ച് വർത്താനം പറയുന്ന ഒരു അടിപൊളി സീൻ കാണിച്ചു കൊടുത്തു. ചിപ്പിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ചിപ്പിയുടെ രണ്ടാഗ്രഹങ്ങളിൽ ഒന്നായ ആഗ്രഹം തിരിച്ചു വന്നപ്പോൾ ആകെ മൂഡ് ഓഫായി. ആ ആഗ്രഹം പൂവണിയാത്തത് കൊണ്ട് ചിപ്പിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മുടെ ചിറയുടെ സൈഡിലെ പാർക്കിൽ കയറണം എന്നൊരാഗ്രഹം പുള്ളിക്കാരത്തിക്കുണ്ടായി. ആ പാർക്ക് അത് രാവിലത്തെ ടൈമില്ല, വൈകിട്ട് 4 മുതലാണ് അതിൻ്റെ സമയം. അതുകൊണ്ട് ആകെ നിരാശയായി. പിന്നെ ആൾ പറഞ്ഞൊരു കാര്യം, മുട്ട ബജി കഴിക്കണമെന്നൊരാഗ്രഹം പറഞ്ഞു. അതും നിറവേറിയിട്ടില്ല. അങ്ങനെ കടകളായ കട മുഴുവൻ ഞങ്ങൾ മുട്ട ബജി നോക്കി നടന്നു. എല്ലാവരും പറഞ്ഞു, രാവിലെ മുട്ട ബജി ഒന്നും കിട്ടില്ല കേട്ടോ, അതൊക്കെ വൈകിട്ടല്ലേ ചേട്ടാന്ന്. അങ്ങനെ അതിന് പകരം ചിപ്പിക്ക് നല്ല ചൂടൻ പഴംപൊരി ചായ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ചിറയുടെ സൈഡിലൊക്കെ ഇരുന്ന് ഒരു അടിപൊളി റോസ് കളർ പൂവുള്ള ഒരു വാഗമരം കണ്ടു. അതിൽ നിന്ന് നല്ലൊരു വലിയ കുല പൂവൊക്കെ പൊട്ടിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മലയാറ്റൂര് കാട് വഴിയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് ഞങ്ങൾ തൊറൂരെത്തി. തൊറൂര് നിന്നും നല്ല പതിവ് പോലെ എല്ലാ ഞായറാഴ്ചയും വാങ്ങുന്ന പോലെ നോൺ വെജ് ഈ തവണ ഈ ഞായറാഴ്ച പോർക്കിറച്ചി മേടിച്ചു. അങ്ങനെ തൊറൂരിൽ നിന്ന് പോർക്കിറച്ചി മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. Of